എന്തായാലും പൊളിച്ചു നീക്കൽ നടപടി തുടങ്ങിയിരിക്കുകയാണ്. JCB ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വശത്ത് നിന്നുള്ള പൊളിക്കൽ തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇത് കൊമേഴ്ഷ്യൽ കെട്ടിടമാണ് ആദ്യം പൊളിക്കുന്നത്. 29 വീടും അതുപോലെ തന്നെ ബാക്കിയും ഈ വാണിജ്യ സ്ഥാപനങ്ങളുമായിരുന്നു, പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഈ വാണിജ്യ സ്ഥാപനങ്ങൾ ഈ പ്രവർത്തിച്ചിരുന്ന കെട്ടിടങ്ങളാണ് ഇപ്പോൾ നിലവിൽ ആദ്യം പൊളിച്ചു തുടങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മുഴുവൻ പൂർണ്ണമായിട്ടും പൊളിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഭാഗം മാത്രം പൊളിച്ച് സാധാരണയുള്ള രീതികളിൽ നിന്ന് മാറി പൂർണ്ണമായിട്ടും പൊളിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ഹൈക്കോടതി നിർദ്ദേശത്തെ പ്രകാരം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനും കഴിയുന്നത്. എന്തായാലും നിലവിൽ മറ്റു പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. പക്ഷേ ഈ വീടുകൾ പൊളിക്കുന്ന സമയമാകുമ്പോഴേക്കും ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ ആളുകൾ വളരെ ശാന്തമാണ്. 500ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കാനും കഴിയുന്നത്. 2022 തുടങ്ങിയതാണ് ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദം. അതിന് പിന്നാലെ 2024 ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നു. ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്ത് പൊളിച്ചു നീക്കണം. പന്നിയാർ പുഴയുടെ സ്വതന്ത്രമായിട്ടുള്ള ഒഴുക്കിന് തടസ്സം വരാത്ത രീതിയിൽ അത് കൃത്യമായിട്ടും ഒഴിപ്പിക്കണം എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞിരുന്നത്. പക്ഷേ ഈ 2 വർഷമായിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെ നീണ്ടുപോവുകയായിരുന്നു.